നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അതായത് HMPV ചൈനയിൽ പടരുന്നതായുള്ള വാർത്തകളും സാഹചര്യങ്ങളും കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കിക്കൊണ്ടാണ് വീണ്ടും ചൈനയിൽ ഒരു മാരകമായ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഇത് മറ്റുള്ള ലോകരാജ്യങ്ങളിലേക്ക് വ്യാപിച്ചാൽ സ്ഥിതി അതീവ ഗുരുതരമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഏതായാലും ഇപ്പോൾ ഈ ഒരു സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. രാജ്യത്തെ പകർച്ചവ്യാധികളുടെ വ്യാപനം സംബന്ധിച്ച് സൂക്ഷ്മമായ നിരീക്ഷണം നടത്തിവരികയാണെന്ന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. ശ്വാസകോശ അണുബാധ വലിയ അളവിൽ പെരുകുന്നതായി 2024 ഡിസംബറിൽ ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. തണുപ്പ് കാലത്ത് ശ്വാസകോശ അണുബാധ സാധാരണമാണ്. ഇത്തരം അണുബാധകൾക്കെതിരെ മുൻകരുതൽ എടുക്കണം. ചുമയോ പനിയോ ഉള്ളവർ മറ്റുള്ളവരുമായി അടുത്തിടപഴകുന്നത് ഒഴിവാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വൈറസ് പടരുന്നതായുള്ള റിപ്പോർട്ടുകൾ ചൈന പക്ഷേ നിഷേധിക്കുകയാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ശ്വാസകോശ അണുബാധ കുറവാണെന്നും അധികൃതർ അവകാശപ്പെട്ടു. ചൈനയിലേക്ക് യാത്ര ചെയ്യാൻ ആശങ്കപ്പെടേണ്ടതില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ചൈനയിൽ രോഗബാധ വർദ്ധിക്കുന്നതായി വാർത്താ ഏജൻസികളാണ് റിപ്പോർട്ട് ചെയ്തത്. ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം ഉണ്ടായെങ്കിലും അധികൃതർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇൻഫ്ലുവൻസ എ, മൈക്രോപ്ലാസ്മ, ന്യൂമോണിയ, കോവിഡ് തുടങ്ങിയവയും പടർന്നു പിടിക്കുന്നതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കുട്ടികളെയും പ്രായമുള്ളവരെയുമാണ് ഈ വൈറസ് കാര്യമായി ബാധിക്കുന്നതെന്നാണ് വിവരം. ഫ്ലൂ ആയോ, ചുമ, ജലദോഷം, പനി, തുമ്മൽ എന്നിങ്ങനെയോ ആദ്യം ശരീരത്തിൽ കയറുന്ന വൈറസ് രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ പിന്നീട് ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ എന്നിവയിലേക്ക് കടക്കുമെന്നാണ് ആരോഗ്യ മേഖലയിലുള്ളവർ പറയുന്നത്. HMPV വ്യാപനത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങിയതോടെ ചൈനയിലേക്കുള്ള യാത്രകൾ പരിമിതപ്പെടുത്തണമെന്ന് പല ഭരണകൂടങ്ങളും പൗരന്മാരോട് നിർദ്ദേശിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചൈനയിലെ വിദേശകാര്യ വക്താവ് മാവോ നിങ് വെള്ളിയാഴ്ച ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയത്. ചൈനയിലെ പൗരന്മാരുടെയും ചൈനയിലേക്ക് വരുന്ന വിദേശികളുടെയും ആരോഗ്യത്തിന് ചൈനീസ് സർക്കാർ അതീവ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും ഉറപ്പു നൽകുന്നു. ചൈനയിൽ യാത്ര ചെയ്യുന്നത് സുരക്ഷിതമാണെന്നും മാവോ നിങ് കൂട്ടിച്ചേർത്തു. HMPV നിരവധി പേരെ ബാധിച്ചെങ്കിലും തീവ്രത കുറവാണെന്നും മുൻവർഷത്തെ അപേക്ഷിച്ച് രോഗം പടരുന്നതിന്റെ തോത് അല്പം കൂടിയെന്ന് തോന്നുന്നു എന്നുമാണ് വിദേശകാര്യ വക്താവിന്റെ മറുപടി. ചൈനയിലെ നാഷണൽ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അഡ്മിനിസ്ട്രേഷൻ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ പൗരന്മാരും വിനോദസഞ്ചാരികളും ശ്രദ്ധിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു. അതേസമയം ചൈനയിൽ HMPV ബാധിച്ച ആയിരങ്ങളാണ് ആശുപത്രിയിലുള്ളത്. നിരവധി പേർ മരിച്ചെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കണക്കുകൾ പങ്കുവയ്ക്കാൻ ഇതുവരെയായിട്ടും ചൈനീസ് ഭരണകൂടം തയ്യാറായിട്ടില്ല. നിലവിൽ ഇന്ത്യ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. എന്നിരുന്നാലും കോവിഡ് വ്യാപിച്ചപ്പോൾ എന്താണ് സ്ഥിതി എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. നമ്മുടെ ജീവിത ശൈലിയെ തന്നെ മാറ്റിമറിച്ചതായിരുന്നു കോവിഡിന്റെ വ്യാപനം. അത്തരത്തിലൊരു വൈറസ് ആണോ ഇനി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ആശങ്കയാണ് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ. ഇന്ത്യയും ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് നിലവിൽ. എന്നിരുന്നാലും ഇന്ത്യയും കാര്യങ്ങൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്.